ശാന്തി. എൻ്റെ പരിവർത്തന ശക്തിയിലൂടെ സെക്കൻഡിൽ സ്മൃതിയെ പരിവർത്തനം ചെയ്ത് സ്വയത്തെ ദേഹമല്ല ആത്മസ്വരൂപത്തിൽ സ്ഥിതമായി കാണുന്നു. ഞാനൊരു ദിവ്യ ജ്യോതിയാണ്, അലൗകിക പ്രകാശമാണ്. ഞാനൊരു ചൈതന്യ ശക്തിയാണ്. പരിവർത്തന ശക്തിയിലൂടെ എൻ്റെ വൃത്തി സെക്കൻഡിൽ പരിവർത്തനം ചെയ്ത് ശുദ്ധവും പവിത്രവുമാകുന്നു. എൻ്റെ സ്വഭാവ സംസ്കാരങ്ങളെ ദേവീ സംസ്കാരമായി പരിവർത്തനം ചെയ്യുന്നു. ഏത് സങ്കല്പത്തെയും സംസ്കാരത്തെയും സെക്കൻഡിൽ പരിവർത്തനം ചെയ്യുന്നു. സങ്കല്പത്തെ സെക്കൻഡിൽ വ്യർത്ഥത്തിൽ നിന്നും സമർത്ഥത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. സെക്കൻഡിൽ സാകാരവദനത്തിൽ നിന്നും ദൂരെ നിരാകാരി പരമധാമ നിവാസിയാകുന്നു. സ്വയം തന്നെ സർവശക്തിവാൻ ശിവബാബയുടെ സമീപം അനുഭവം ചെയ്യുന്നു. പരമാത്മസ്നേഹത്താലും ശക്തികളാലും ഭർപൂറായി ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്റ്റേജിൽ സ്ഥിതമാക്കുന്നു. ഞാൻ സർവശക്തിവാൻ ശിവബാബയുമായി കമ്പൈൻഡ് ആകുന്നു. ഞാൻ ജ്യോതി ബിന്ദു ആത്മ പരം ജ്യോതി ശിവബാബ കമ്പൈൻഡ് ആയിരിക്കുന്നു. ഈ സ്വരൂപം അതിശക്തിശാലിയാണ്. ഈ സ്ഥിതിയിൽ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി ഞാൻ ഈ സാകാരി ദേഹത്തിൽ ഭൃഗുടി മധ്യത്തിൽ അവതരിക്കുന്നു. ഇപ്പോൾ സാകാരത്തിലും ഞാൻ ആത്മാ തനിച്ചല്ല. ഭൃഗുടി മധ്യത്തിൽ സദാ സർവശക്തിവാന്റെ കൂടെ കമ്പൈൻഡ് ആയിരിക്കുന്നു. ശിവശക്തി രൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നു. ഞാൻ കേവലം ശക്തി മാത്രമല്ല, ശിവശക്തിയാണ്. വ്യക്തിയോ പ്രകൃതിയുടെയോ പ്രഭാവത്തിൽ നിന്നും ഞാൻ സേഫ് ആയിരിക്കുന്നു. നവയുഗ രജത ബാബ തൻ്റെ കുട്ടികൾക്ക് ആശംസകൾ നൽകുകയാണ്. കുട്ടികളുടെ മനസ്സിൽ നയനങ്ങളിൽ നവയുഗത്തിൻ്റെ സീനറിയാം ഇമർജായിരിക്കുന്നു. ഞാൻ സർവപ്രാപ്തികളുടെയും അവതാരമാകുന്നു. പഴയതിനോട് വിട പറയുന്നു, പുതിയതിൻ്റെ ആശംസകൾ നൽകുന്നു. പഴയ സ്വഭാവ സംസ്കാരങ്ങളും വിട പറയാനാണ് ബാപ്പുദാദ ആഗ്രഹിക്കുന്നത്. ദൃഢസങ്കല്പത്തോടെ ധൈര്യത്തോടെ പഴയതിനോട് വിട പറയുന്നു. നവയുഗ സംസ്കാരത്തിൻ്റെ ആശംസകൾ നൽകുന്നു. ഈ പുതുവർഷത്തിൽ
ധൈര്യത്തിന്റെ ചുവടുകൾ വെക്കുന്നു. ഞാൻ വിശ്വകല്യാണകാരി, വിശ്വപരിവർത്തക ആത്മാവാണ്. പ്രകൃതി പരിവർത്തക ആത്മാവാണ്. സ്വപരിവർത്തക ആത്മാവാണ്. സർവ കുട്ടികളുടെയും ലക്ഷ്യമാണ് ബാബ് സമാനമാകുന്നത്. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള സേവ ചെയ്യുന്നു. ബാബ പറയുന്നു, ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് മുമ്പ് സ്വയം പ്രത്യക്ഷമാകൂ. ഈ വർഷത്തിൽ ശിവശക്തിയുടെ രൂപത്തിൽ സ്വയത്തെ പ്രത്യക്ഷമാക്കുന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. പരിവർത്തന ശക്തിയുടെ കുറവാണ് ദൃഢതയുടെ കുറവ്. ദൃഢതയുടെ കുറവ് കാരണം കുട്ടിക്കളിയുണ്ടാകുന്നു, ആലസ്യമുണ്ടാകുന്നു. ബാപ്പ് ദാദ ഒരു കാരണ ശബ്ദത്തിന്റെ വിട പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സമാപ്തമാക്കൂ, നിവാരണമുണ്ടാകട്ടെ. പ്രശ്നങ്ങൾ സമാപ്തമാകട്ടെ, സമാധാന സ്വരൂപമാകണം. കാരണവും സമസ്യ ശബ്ദവും പരിവർത്തനമായി സമാധാനവും നിവാരണവുമാകട്ടെ. പരോപകാരിയാവൂ, പരോപകാരിയായി ദയാഹൃദയായി ശുഭഭാവന ശുഭകാമനയുള്ളവരായി സഹയോഗം നൽകുന്നു, സ്നേഹമെടുക്കുന്നു. ബാപ്പ് ദാദ പുതുവർഷത്തിന് പേര് നൽകുന്നു. ശ്രേഷ്ഠ സങ്കല്പം, ദൃഢസങ്കല്പം, സ്നേഹ സഹയോഗത്തിന്റെ സങ്കല്പത്തിന്റെ വർഷമാണെന്ന്. ദൃഢതയോടെ ശാന്തിയും പരിവർത്തന ശക്തിയും സദാ സാധ്യയായി കൂടെയുണ്ടാകട്ടെ. ആദ്യം സ്വയം തന്റെ മേലെ ദയ കാണിക്കുന്നു, പിന്നെ ബ്രാഹ്മണ പരിവാരത്തിന് മേലെ ദയ കാണിക്കുന്നു. ക്രോധിയാകരുത്, മുഴുവൻ വർഷവും കടുത്ത സ്വഭാവം കാണിക്കരുത്. മുഖത്തിൽ മധുരത നിറഞ്ഞിരിക്കട്ടെ. ദൃഢത സഫലതയുടെ താക്കോലാണ്. എൻ്റെ ബാബ എന്ന് പറയുമ്പോൾ തന്നെ ബാബയുടെ അധികാരിയായി ശ്രീമതമനുസരിച്ച് നടക്കുന്ന അധികാരി പിന്നെ സർവപ്രാപ്തികളുടെയും അധികാരിയാകുന്നു. ബാബ പറയുകയാണ്, മാസ്റ്റർ സുഖദാതാവിൻ്റെ കുട്ടി, ദുഃഖികളുടെ മേലെ ദയ കാണിക്കൂ. ഈ പുതുവർഷത്തിൽ ഗിഫ്റ്റ് നൽകുന്നു. ദുഃഖികളെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കൂ. മുക്തിധാമത്തിന്റെ ശാന്തി അനുഭവം ചെയ്യിക്കൂ. ബ്രാഹ്മണ പരിവാരത്തിൽ ഓരോ ആത്മാക്കൾക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം സഹയോഗത്തിന്റെ ഗിഫ്റ്റ് നൽകുന്ന ദാതാവാകുക. കേവലം ശേഖരണം മാത്രമല്ല, ബാബ വരദാനം നൽകുന്നു. മുരളീധരന്റെ മുരളിയോട് പ്രീതി വെക്കുന്ന സദാശക്തിശാലി ആത്മാഭവ. മുരളിയോട് സ്നേഹമുണ്ടെങ്കിൽ സദാശക്തിശാലി ഭവ എന്ന വരദാനം ലഭിക്കുന്നു.
വിഘ്നങ്ങൾ നിലനിൽക്കില്ല. പഠിത്തവും പരിവാരത്തിന്റെ സ്നേഹവും കോട്ടയായി സംരക്ഷിക്കുന്നു. ഓരോ പരിതസ്ഥിതിയിലും സ്വയം മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡ് ആകും. ഓം ശാന്തി.